ഇറാനുമായുള്ള യുദ്ധം സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാകുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ ധനകാര്യ മന്ത്രാലയം. ഇസ്രായേൽ നേരിടുന്നത് കടുത്ത പ്രതിസന്ധിയാണ്. നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കും. അതേസമയം ഇറാന്റെ ആകാശപരിധിയിലും സമുദ്രമേഖലയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഇറാനുമായുള്ള യുദ്ധം അത് സമ്പദ് വ്യവസ്ഥയ്ക്ക് കനത്ത ആഘാതമാകുമെന്ന മുന്നറിയിപ്പുമായി എത്തുകയാണ് ഇസ്രായേൽ ധനകാര്യ മന്ത്രാലയം. നിലവിലെ നിയന്ത്രണങ്ങൾ തുടരുകയാണെങ്കിൽ ആഴ്ചയിൽ $3 ബില്യൺ നഷ്ടമുണ്ടാകുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന കണക്ക്. ഇറാനുമായുള്ള സംഘർഷത്തെ തുടർന്ന് ഹോം ഫ്രണ്ട് കമാൻഡ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ അത് ഇസ്രായേലിന്റെ ആഭ്യന്തര ഉൽപാദനത്തെയും വ്യാപാരത്തെയും സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട്. അതേസമയം പശ്ചിമേഷ്യയെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇറാൻ ഇസ്രായേൽ യുദ്ധം 12ാം ദിവസത്തിലേക്കും കടന്നിട്ടുണ്ട്. ഇറാന്റെ ആകാശ പരിധിയിലും സമുദ്ര മേഖലയിലും ആക്രമണം കടുപ്പിച്ചിരിക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാൻ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിൽ ഇസ്രായേൽ വ്യോമസേന ശക്തമായ ആക്രമണമാണ് നടത്തിവരുന്നത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ സ്ഫോടനങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളെയും തന്ത്രപ്രധാന മേഖലകളെയും ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ പുതിയൊരു നീക്കം. സഖ്യകക്ഷികളുടെ ആക്രമണത്തിന് മിസൈലുകളിലൂടെയാണ് ഇറാൻ മറുപടി നൽകുന്നതും. സെൻട്രൽ ഇസ്രായേലിലേക്ക് മിസൈലുകൾ പായുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നിട്ടുണ്ട്. കൂടാതെ ബഹ്റൈനിലെയും ഇറാഖി കുർദിസ്ഥാനിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ വിപ്ലവ ഗാർഡ് ശക്തമായ ആക്രമണം നടത്തിയതായി ഇറാനി മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തങ്ങളുടെ പടക്കപ്പൽ മുക്കിയതിൽ അമേരിക്കയ്ക്കെതിരെ കടുത്ത ഭാഷയിലാണ് ഇറാൻ പ്രതികരിച്ചത്. രക്ഷാപ്രവർത്തനം പോലും തടസ്സപ്പെടുത്തിയ അമേരിക്കയുടെ നടപടി നാസികളേക്കാൾ ക്രൂരമാണെന്നാണ് ഇറാൻ ആരോപിച്ചത്. യുദ്ധം കൂടുതൽ സങ്കീർണമാക്കിക്കൊണ്ട് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി നിർണായക പ്രഖ്യാപനവും നടത്തിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ നേരിടാൻ ഉക്രൈൻ സേന എത്തുമെന്നാണ് സെലൻസ്കി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.